ഓക്കെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പിന്നെയും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഹൗ ടു സ്റ്റഡി ബൈബിൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ പിന്നെ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തുകൊണ്ടാണ് ബൈബിൾ പഠിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചില വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇന്ന് രാത്രിയിൽ നമ്മൾ അവിടെ നിന്ന് മുൻപോട്ടേക്ക് പോവുകയാണ്. അപ്പം ബൈബിൾ എങ്ങനെ പഠിക്കണം എന്ന് ഉള്ള ആ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യഥാർത്ഥമായിട്ട് ബൈബിള് പഠിക്കുകയും ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇത് മടിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളൊരു ജോലിയല്ല ഇത്. ഓക്കെ, അപ്പം ബൈബിള് വെറുതെ എടുത്തിങ്ങനെ ഓടിച്ച് വായിച്ചു പോകുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ബൈബിളിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബൈബിളിലെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും കഴിയാതെ വരും. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അത് തന്നെയാണ്. ബൈബിൾ നമ്മൾ ഗൗരവമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് അല്പം ഒന്ന് മെനക്കെട്ട് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണ്ടി വരും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ പറയുന്ന പോലെ ദൈവം ഇങ്ങനെ നൂലെ കെട്ടി ഇറക്കിത്തരും, അങ്ങനത്തെ പരിപാടിയല്ല ബൈബിൾ പഠിക്കുക എന്ന് പറയുന്നത്. നമ്മളതിനു വേണ്ടി കുറച്ച് അധ്വാനിക്കുകയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ആ ബൈബിളിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ബൈബിളിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എന്തൊക്കെയോ വായിച്ച് എന്തൊക്കെയോ ഒക്കെ മനസ്സിലാക്കി ഇങ്ങനെ പോകുന്നത്, ആ മനസ്സിലാക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും നമുക്ക് പിടികിട്ടില്ല. ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് സമയം നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു 1-2 ദിവസമെങ്കിലും ബൈബിള് പഠിക്കാനായിട്ട്, ഈ രീതിയിൽ പഠിക്കാനായിട്ട് നമ്മൾ ബൈബിളുമായിട്ടൊന്ന് ഇരിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നമ്മൾ ബൈബിള് ധ്യാനിക്കണം, അത് വേറൊരു കാര്യമാണ്. എന്നാൽ ഈ രീതിയിൽ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കാനായിട്ട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മാറ്റി വയ്ക്കണം. കാരണം നമ്മൾ ഈ പലരും സ്റ്റുഡൻസൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും നമുക്കങ്ങനെ കുറച്ച് ഒത്തിരി ടൈം എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മൾ പരിശ്രമിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈബിള് പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് അത് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബൈബിള് പഠിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡിയാണ്. കാരണം അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന, നമ്മൾ താഴേക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം വെറുതെ നമ്മൾ ബൈബിള് വായിച്ചു പോകാതെ ഒരു ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമ്മൾ പഠിക്കുക. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുന്നതിന് 2 മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ നമ്മൾ പറയും ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും, രണ്ടാമത്തത് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഇപ്പം ബൈബിളും വേണമെങ്കിൽ നമുക്ക് ഈ 2 മെത്തേഡിൽ പഠിക്കാം. ഇൻഡക്റ്റീവ് മെത്തേഡും ഉണ്ട്, ഡിഡക്റ്റീവ് മെത്തേഡും ഉണ്ട്. ഇപ്പം ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിനകത്ത് കുറേ ആശയങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന കാര്യങ്ങളെ
ന്യായീകരിക്കുന്ന വാക്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബൈബിൾ എന്ത് ചെയ്യും? പരിശോധിക്കും. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം മിക്കവാറും നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. കാരണം നമ്മൾ നിൽക്കുന്ന സഭയുടെ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കുറേ ഡോക്ട്രിനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വച്ചിട്ട് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി നേരത്തെ സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ബൈബിളിനെ നമ്മൾ വളച്ച് ഒടിച്ച് നമ്മൾ ആ ഐഡിയയിലേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡിലാണ് നമ്മൾ ബൈബിൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ബൈബിൾ എന്ത് പറയുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. കാരണം നമ്മൾ ഓൾറെഡി കുറേ ഐഡിയാസ്, നമ്മുടേതായിട്ടുള്ള കുറേ ഐഡിയാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബൈബിളിനെ ആ ഐഡിയാസിലേക്ക് ഇങ്ങനെ വളച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്നത്. അപ്പോൾ ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഐഡിയയും സെറ്റ് ചെയ്ത് വെക്കുന്നില്ല. നമ്മൾ ഓപ്പണായിട്ട് ബൈബിളിനെ സമീപിക്കുന്നു. ബൈബിളിനെ സമീപിച്ചിട്ട് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അല്ലേ? 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വായിച്ചിരുന്നു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുക. അപ്പം ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള ഒരു മുൻധാരണ അവർക്കുണ്ടായില്ല. അപ്പം അവരെല്ലാം പുതിയതായിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറേ ഐഡിയാസ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരിക്കലും വചനത്തിലേക്ക് പോകുകയല്ല വേണ്ടത്. നമ്മൾ ബൈബിളിനകത്തേക്ക് നമ്മുടെ മനസ്സിനകത്തുള്ള ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പം ബൈബിള് നമ്മുടെ മുമ്പിൽ തെളിവുകൾ നിരത്തും. ബൈബിള് നമ്മളെ ഗൈഡ് ചെയ്യും എങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പം ബൈബിൾ എന്ത് പറയുന്നു അത് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള ഒരു മുൻധാരണയ്ക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മളുടെ ബൈബിൾ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ്, ഏതെങ്കിലും ഒരു വാക്യം നമ്മൾ വായിച്ചിട്ട് നമുക്ക് പറയാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ആ ടെക്സ്റ്റിനെ കൊണ്ട് നമ്മളങ്ങോട്ട് പറയിപ്പിക്കുക ചെയ്യുക ഏതെങ്കിലുമൊക്കെ രീതിക്ക്. പക്ഷെ അതല്ല ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്. ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് ബൈബിൾ വിൽ സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. ബൈബിൾ സ്വയമായിട്ട് എന്ത് ചെയ്യുക? സംസാരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? കേൾക്കുക, മനസ്സിലാക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് നമ്മളിതിനകത്ത് ഫോളോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും ഈ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് നമ്മൾ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി ഓപ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. ബൈബിള് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാനും നമ്മൾ വ്യാഖ്യാനിക്കുന്ന ആ കാര്യം കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുമായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സത്യത്തിൽ ബൈബിളിനെ നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ബൈബിൾ ഈസ് ദ അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ്, നോട്ട് അവർ ബ്രെയിൻ. നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബുദ്ധിയോ നമ്മുടെ മനസ്സോ അല്ല ആധികാരികമായിട്ടുള്ളത്, ബൈബിളാണ് ആധികാരികമായിട്ടുള്ളത്. സോ വി ഷുഡ് ലെറ്റ് ബൈബിൾ സ്പീക്ക് ആൻഡ് വി ഷുഡ് ബി ഹിയറിങ് ഇറ്റ്. അപ്പം ബൈബിള് സംസാരിക്കുന്നു, നമ്മളത് കേൾക്കുന്നു, നമ്മളത് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഒരിക്കലും ഒരു വാക്യം അല്ലെങ്കിൽ ഒരു പാസേജ് വായിച്ച ഉടനെ ചാടിക്കയറി നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്, വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. അതിനു മുമ്പ് വി വിൽ ബി ഒബ്സർവിങ് ദാറ്റ് പാസേജ്. ആ പാസേജ് നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും, നിരീക്ഷിക്കും. നിരീക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക?
അത് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനത്തെ ബഹുമാനിക്കുക ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ഒരാൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അയാളെ അത് സംസാരിക്കാനായിട്ട് അനുവദിക്കാതെ നമ്മുടേതായിട്ടുള്ള കുറേ ഐഡിയാസ് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഫ് യു റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ യു വിൽ ബി അലോവിങ് ഹിം ടു സ്പീക്ക്. ഇപ്പം ബൈബിളിനെ നമ്മൾ ബഹുമാനിക്കുന്നെങ്കിൽ, റെസ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ ബൈബിള് സംസാരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അനുവദിക്കും. നമ്മളൊരിക്കലും നമ്മുടെ ഐഡിയാസ് വച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയല്ല. ബൈബിള് സംസാരിക്കുകയും നമ്മൾ ആ ബൈബിള് സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. ഇതാണ് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡിയുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി മെത്തേഡിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ബൈബിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വച്ചിട്ടായിരിക്കണം നമ്മൾ ബൈബിള് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ വച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ദൈവവചന പഠനം എന്ത് ചെയ്യും? തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ലെൻസ് യൂസ് ചെയ്യും. ഇപ്പം എനിക്ക് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബിയോപ്പിയ എന്ന് പറയുന്ന പ്രശ്നമാണ് എൻ്റെ കണ്ണിനുള്ളത്. അപ്പം ഞാൻ അതിന് പറ്റിയ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ when we are trying to read and understand the Bible, we should use the proper lens. നമ്മൾ ബൈബിൾ വായിക്കാനും മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളതിൻ്റെ കൃത്യമായിട്ടുള്ള ലെൻസ് ഉപയോഗിച്ച് വേണം നമ്മൾ വായിക്കാനായിട്ട്. അപ്പം എന്താ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാനത് വിശദീകരിക്കാം. അതായത് ബൈബിള് ഇന്ന് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളെ പോലെ ഉള്ള ഒരു പുസ്തകമല്ല ബൈബിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ? അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബൈബിൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വായിക്കുന്ന മറ്റു പുസ്തകങ്ങളെ പോലെയുള്ള ഒരു പുസ്തകമല്ല ബൈബിൾ എന്ന് പറയുന്നത്. അപ്പം ബൈബിളിന് ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ 3 പ്രത്യേകതകളുണ്ട് ബൈബിളിന്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് തിങ് ഈസ് ബൈബിൾ ഈസ് ആൻ ഓൾഡ് ബുക്ക്. ഞാനത് വിശദീകരിക്കാം. ബൈബിൾ ഒരു വളരെ പുരാതനമായിട്ടുള്ളൊരു ബുക്കാണത്. ദ സെക്കൻഡ് തിങ് ഈസ് ഇറ്റ്സ് എ കമ്പൈലേഷൻ ഓഫ് മെനി റൈറ്റിങ്സ്. പല രീതിയിലുള്ള എഴുത്തുകൾ കൂടിച്ചേർന്നിട്ടുള്ളൊരു പുസ്തകമാണിത്. ആൻഡ് ദ തേർഡ് വൺ, ഇറ്റ് ഈസ് എ തിയോളജിക്കൽ ബുക്ക്. ഇത് ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ഈ 3 കാര്യങ്ങളും മനസ്സിനകത്ത് കുറിച്ചിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ബൈബിള് പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ? അപ്പോൾ ഈ 3 കാര്യങ്ങളും ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിനകത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന 3 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന്, ബൈബിൾ ഈസ് എൻ ഓൾഡ് ബുക്ക്. ഒരു പുരാതനമായിട്ടുള്ള ബുക്കാണിത്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ കമ്പൈലേഷൻ ഓഫ് മെനി റൈറ്റിങ്സ്. പല തരത്തിലുള്ള എഴുത്തുകൾ ഒരുമിച്ച് കൂട്ടിയൊരു ബുക്കാണിത്. ആൻഡ് ദ തേർഡ് വൺ, ഇറ്റ്സ് എ തിയോളജിക്കൽ ബുക്ക്. ഇതൊരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ബൈബിൾ വ്യാഖ്യാനിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിൽ ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് ചുരുക്കമായിട്ടൊന്ന് ചിന്തിച്ചു പോകാം. ഒന്നാമത് നമ്മൾ പറഞ്ഞത്, ബൈബിൾ ഈസ് ആൻ ഓൾഡ് ബുക്ക്. ബൈബിൾ എന്ന് പറയുന്നത് ഒരു പഴയ ബുക്കാണ്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ക്രിസ്ത്യൻ ഡോക്ടർ എന്നുള്ളതിനകത്ത് നോ യുവർ ബൈബിൾ സീരീസിനകത്ത് നമ്മളത് കുറച്ച് വിശദമായിട്ട് നമ്മളത് പഠിക്കും. അപ്പം എന്താണെങ്കിലും ബൈബിള് അത് എഴുതപ്പെട്ടിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത്, ബൈബിളിൻ്റെ എഴുത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ബൈബിൾ എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം BC 1500-നും AD 100-നും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് ഏകദേശം. അപ്പോൾ ഏകദേശം ഒരു 1600 വർഷങ്ങൾ
ഇപ്പം ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏകദേശം 3500 വർഷങ്ങൾ കഴിഞ്ഞു. 3500 വർഷങ്ങൾ കഴിഞ്ഞു. ബൈബിളിലെ അവസാനത്തെ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് ഏകദേശം 2000-ഓളം വർഷങ്ങൾ ഏകദേശം ആയി. കൃത്യമായിട്ട് 2000 ആയിട്ടില്ല, എന്നാലും ഏകദേശ കണക്കാണ് ഞാൻ പറഞ്ഞത്, 2000 വർഷം. അപ്പം ഇത്രയും പഴയ ഒരു ബുക്കാണിത്. ഓക്കെ. മാത്രമല്ല ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 1500 വർഷത്തിൻ്റെ ടൈം സ്പാൻ ഇതിനകത്തുണ്ട്. 1500 വർഷം എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയാവോ? ഏകദേശം 15 നൂറ്റാണ്ടുകൾ. 15 നൂറ്റാണ്ടുകൾ 15 നൂറ്റാണ്ടുകൾ കൊണ്ട് എഴുതിയ ബുക്കാണെന്താ, അല്ലെങ്കിൽ എഴുതപ്പെട്ട ബുക്കാണെന്താ ബൈബിള്. അതും ബൈബിൾ എഴുതി തുടങ്ങിയിട്ട് 35 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. 3500 വർഷം കഴിഞ്ഞു. പല ആളുകളും ബൈബിളിനെ കാണുന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു പുസ്തകമായിട്ട് ബൈബിളിനെ ചിലപ്പം ചില ആളുകളൊക്കെ കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വായിക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ അത് വ്യാഖ്യാനിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളിലും അവർ ചെന്ന് ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇത് 21-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു ബുക്കല്ലിത്. ഇതിൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ട് 35 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. 3500 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ അവസാനത്തെ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് ഏകദേശം 20 നൂറ്റാണ്ടുകൾ 2000-ഓളം വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രയും പഴയ ഒരു ബുക്കാണിത്. എന്താ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇപ്പം നമ്മളുടെ ഈ പ്രായമുള്ള നമ്മുടെ വീട്ടിലിപ്പോൾ, അതായത് നമ്മുടെ പാരൻസിൻ്റെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയുന്നത് കേൾക്കാം, ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് അവർ ആ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ആ പഴയ കഥകളൊക്കെ പറയുമ്പം നമുക്കതങ്ങോട്ടേക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് നമ്മൾ എവിടെയാണ്? IT യുഗത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത് കാളവണ്ടി യുഗത്തിനേക്കാൾ പുറകിലാണ് നിന്നിരുന്നത്. അപ്പം അന്നത്തെ പല കാര്യങ്ങളും അവർ പറയുമ്പോൾ ഇന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര വർഷം മുമ്പായിരിക്കും? ഒരു 100-150 വർഷത്തിന് മുമ്പത്തെ ചരിത്രമായിരിക്കും മാക്സിമം അവർ പറയുന്നത്. അപ്പം അതുപോലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു 3500 വർഷം മുമ്പത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ IT യുഗത്തിൽ നിന്നുകൊണ്ട് 3500 വർഷം മുമ്പ് എഴുതിയ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഈ 3000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 3500 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന കൾച്ചർ, സംസ്കാരം നമ്മുടെ കൾച്ചറല്ല, നമ്മുടെ സംസ്കാരമല്ല, മറക്കരുത്. അതുപോലെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല. ഓക്കെ. അപ്പോൾ ബൈബിള് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ബൈബിൾ ഒരിക്കലും ഡയറക്റ്റ് എനിക്ക് ഇന്നത്തെ കൾച്ചറിൽ കൊണ്ടുവന്ന് വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്നത്തെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ബൈബിൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബൈബിൾ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വച്ചിട്ട് എനിക്ക് ബൈബിൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ബൈബിൾ കൃത്യമായിട്ട് ഞാൻ വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ കൾച്ചറും അന്നത്തെ സംസ്കാരവും അന്ന് ഇതെഴുതുമ്പോൾ ഉണ്ടായിരുന്ന പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലേ എനിക്ക് ബൈബിളിൻ്റെ മെസ്സേജ് കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ബൈബിൾ വെറുതെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പം നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ കൾച്ചറും ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിളിൽ എഴുതപ്പെട്ടത്, ഒറിജിനലി ഇത് എഴുതപ്പെട്ടത് 3 ഭാഷകളിലാണ്. 3 ഭാഷകളിലാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹീബ്രു ഭാഷ, എബ്രായ ഭാഷ, അരമായ ഭാഷ, അതുപോലെ
ഗ്രീക്ക്, ആ ഗ്രീക്കിനെ പറയുന്നത് കൊയിനെ ഗ്രീക്ക് എന്നാണ്. അതായത് കൊയിനെ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ പുതിയ നിയമ കാലഘട്ടത്തില്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആളുകൾ സംസാരിച്ചിരുന്ന ആ സംസാര ഭാഷയാണ് കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്നത്. ഒരിക്കലും അത് എന്തല്ല ഒരു സാഹിത്യ ഭാഷയല്ല, അത് ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷയാണ്. നമുക്കറിയാം ഈ സാഹിത്യ ഭാഷയും ആളുകൾ സംസാരിക്കുന്ന ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പം എന്താണ് ചിലരൊക്കെ ഉണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ് ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചില പുസ്തകങ്ങൾ, ഇപ്പം പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പാപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ചില ബുക്കുകളൊക്കെ മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ആ ബുക്കുകളുടെ ആ നോവലുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആളുകളുടെ സംസാര ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സംസാര ഭാഷയിൽ എഴുതി കഴിയുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം സംസാര ഭാഷയ്ക്കകത്ത് ഒരേ വാക്കിന് അതായത് പ്രദേശങ്ങൾ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ചാടുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിനകത്തേക്ക് വരുന്നത് ജമ്പിങ്, ഇങ്ങനെ ഓങ്ങി ചാടുന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. കോട്ടയത്തെങ്ങാണ്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഇയാളൊരു ദിവസം കണ്ണൂരുള്ള ഈ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കൊടുത്തത് വാഴയിലയിലാണ് കൊടുത്തത്, ഇലയിലാണ് ഊണൊക്കെ കൊടുത്തത്. അപ്പോൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഈ കോട്ടയത്തിൽ നിന്ന് വന്ന അതിഥി ആ വീട്ടുകാരനോട് ചോദിച്ചു, ഇല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, ഇല എടുത്ത് മതിലുമ്മ കൂടെ ചാടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ ഇല എടുത്തിട്ട് മതിലിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് എന്ത് ചെയ്തു, ചാടി. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് അയാളുടെ ഭാഷ. പക്ഷെ കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം ചാടുക എന്ന് പറഞ്ഞാൽ എറിയുക എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇലയെടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് എറിയാനാണ് കണ്ണൂരുകാരൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ചാടി എന്നുള്ള ആ വാക്ക് ഇയാളെ സംബന്ധിച്ചിടത്തോളം വേറൊരർത്ഥമായിരുന്നു. അപ്പോൾ ഈ പ്രാദേശികമായിട്ട് സംസാര ഭാഷയ്ക്ക് കുറേ വ്യത്യാസങ്ങൾ വരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അച്ചടി ഭാഷയും അല്ലെങ്കിൽ സാഹിത്യ ഭാഷയും സംസാര ഭാഷയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് ആ ഗ്രീക്ക് എന്ന് പറയുന്നത് കൊയിനെ ഗ്രീക്കാണ്. സാധാരണക്കാർ സംസാരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് പലപ്പോഴും ഈ ഹീബ്രുവും അറിയില്ല, അരമായിക്കും അറിയില്ല, ഗ്രീക്കും അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുമ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു വാക്ക് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിനകത്ത് ഇരിക്കണം. ഇപ്പോൾ ബൈബിൾ ഒരു ഓൾഡ് ബുക്കാണ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇരിക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ബൈബിളിനകത്ത് പല തരത്തിലുള്ള എഴുത്തുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പറയും പലതരത്തിലുള്ള ലിറ്റററി ഫോം, സാഹിത്യ രൂപങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഇപ്പം നമുക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഒരേ രീതിക്ക് വായിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം ഓരോ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഫോംസ്, അതിൻ്റെ സാഹിത്യ രൂപങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇപ്പം ബൈബിളിനകത്ത് എന്തൊക്കെ സാഹിത്യ രൂപങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഉണ്ട്, ചരിത്രം. അതിന് നമ്മൾ ചിലപ്പം ഹിസ്റ്ററി എന്ന് പറയും, അല്ലെങ്കിൽ നറേറ്റീവ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയുന്ന പോലെ, ചരിത്രം പറയുന്ന പോലെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണെന്ത് നറേറ്റീവ് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം എന്നൊക്കെ പറയുന്നത് ഹിസ്റ്ററി അല്ലെങ്കിൽ നറേറ്റീവ്സ് ആണ്. അതുപോലെ സുവിശേഷങ്ങൾക്കകത്ത് പലതിനകത്ത് നറേറ്റീവ്സ് വരുന്നുണ്ട്. ഈ ഫസ്റ്റ് കിങ്സ്, സെക്കൻഡ് കിങ്സ്, പിന്നെ ക്രോണിക്കിൾസ്, ദിനവൃത്താന്തങ്ങൾ, ഇതിനകത്തൊക്കെ മെയിനായിട്ട് നറേറ്റീവ്സ് അല്ലെങ്കിൽ ഹിസ്റ്ററിയാണ് വരുന്നത്.
അപ്പോൾ അത് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഒരു പ്രത്യേക രീതിക്കാണ് വ്യാഖ്യാനിക്കുക. അപ്പോൾ തന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ പ്രോഫസി ഉണ്ട്, പ്രവചനങ്ങളുണ്ട്. ഈ പ്രവചനങ്ങൾ ഒരിക്കലും നറേറ്റീവ് അല്ലെങ്കിൽ ഹിസ്റ്ററി വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല പ്രവചനം നമ്മൾ വ്യാഖ്യാനിക്കുക, മനസ്സിലാക്കണം. പിന്നെ ബൈബിളിലെ ചില പ്രവചനങ്ങൾക്ക് ഒന്നിലധികം പൂർത്തീകരണങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ പ്രശ്നത്തിലായി പോകും. ഇപ്പോൾ പല ബൈബിൾ പ്രവചനങ്ങൾക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ പ്രവാചകൻ പറഞ്ഞ ആ കാലഘട്ടത്തിലൊരു പൂർത്തീകരണമുണ്ട്, കുറച്ചുകൂടെ ലേറ്റായിട്ട് വരുന്ന രണ്ടാമതൊരു ഫുൾഫിൽമെൻ്റ് കൂടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രവചനങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ. പിന്നെ മൂന്നാമത്തത് ലെറ്റേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബൈബിളിലെ ലേഖനങ്ങൾ, അതൊക്കെ ഓരോരുത്തർ എഴുതിയ കത്തുകളാണ്. അപ്പോൾ ആ കത്തുകൾ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവചനത്തിലെ കുറേ ഭാഗങ്ങൾ, ഇതൊക്കെ അപ്പോകാലിപ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ കുറേ സിംബോളിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ, സിമ്പിൾസ്. ഇപ്പം എന്താണ് എന്താ ഇപ്പം പറയുക, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 4 ജീവികൾ, അതിൻ്റെ മുഖങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ് 7 തലയും 10 കൊമ്പുള്ള ഒരു മൃഗം കയറി വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ സിംബോളിക്കായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടി വരുന്ന അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ ഉണ്ട്. അത് ഇതൊന്നും പോലെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ ബൈബിളിനകത്ത് പോയട്രി ഉണ്ട്, കാവ്യപുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ, ഉത്തമഗീതം അല്ലെങ്കിൽ സദൃശ്യവാക്യം, ഇങ്ങനത്തൊക്കെ കാവ്യപുസ്തകങ്ങളാണ്. ഇത് നമുക്ക് എന്താണ് ഒരു ഗദ്യം വ്യാഖ്യാനിക്കുന്നത് പോലെ പദ്യം നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം സങ്കീർത്തനത്തിലൊരു ഭാഗമുണ്ട്, ദൈവത്തിൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങുന്നു എന്ന്. ഇപ്പോൾ പണ്ടൊരാൾ പറഞ്ഞു ദൈവം സിഗരറ്റ് വലിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അത് വ്യാഖ്യാനിച്ചിട്ട് ദൈവം സിഗരറ്റ് വലിക്കാറുണ്ട് അല്ലേ, നോക്കിക്കഴിഞ്ഞാൽ ശരിയാ. കാരണം മൂക്കിൽ നിന്ന് പുക വരുന്നത് എങ്ങനെയാണ്? സിഗരറ്റ് വലിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, മൂക്കിൽ കൂടെ പുക വിടുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓക്കെ, അപ്പം പക്ഷേ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോയട്രിയാണത്. ആ പോയട്രി വ്യാഖ്യാനിക്കേണ്ട രീതിയിൽ, കാവ്യം വ്യാഖ്യാനിക്കേണ്ട രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കാത്തതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ വേറെ എന്തുണ്ട്, ഈ പ്രസംഗങ്ങളുണ്ട് ബൈബിളിനകത്ത്. ആ പ്രസംഗങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ പാരബിൾസ് ഉണ്ട്, ഉപമകൾ. ആ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഇപ്പം ഞാനധികം കേൾക്കാറില്ല. ഈ പണ്ട് ചില ഉപമകളെക്കുറിച്ചൊക്കെ വളരെ രസകരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർത്താവ് പഠിപ്പിച്ച ആ ശമരിയക്കാരൻ്റെ ഉപമയെക്കുറിച്ചൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളതെന്നറിയാമോ? അപ്പം യെരുസലേമിൽ നിന്ന് എരീഹോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അപ്പം കള്ളൻ എന്ന് പറയുന്നത് പിശാചാണ്. പിന്നെ അവരവൻ്റെ എല്ലാം പിടിച്ചു പറിച്ചിട്ട് പോയി. പുരോഹിതനും ലേവിനും ഒക്കെ വന്നു. അവസാനം ശമരിയക്കാരൻ വന്നു, അത് യേശു ക്രിസ്തുവാണ്. എന്നിട്ട് എന്താണ്, വീഞ്ഞു എണ്ണയെക്കുറിച്ച് വൃത്തിയാക്കിയിട്ട് അവനവൻ്റെ കഴുതപ്പുറത്ത് കയറ്റി വെച്ച് കൊണ്ടുപോയി. അപ്പം ഒരാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴുതയ്ക്ക് 4 കാലാണുള്ളത്, ആ 4 കാലുകൾ 4 സുവിശേഷങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കേട്ടോണ്ടിരുന്ന ഒരാൾ ചോദിച്ചു, അപ്പോൾ കഴുതയ്ക്ക് ഒരു വാലുണ്ടല്ലോ, അതെന്താ അപ്പോസ്തല പ്രവൃത്തിയാണോ എന്ന്. ഓക്കെ, എന്നിട്ട് പിന്നെ പറയുന്നത് സത്രത്തിൽ കൊണ്ടുപോയി. അത് സത്രം എന്ന് പറയുന്ന ദൈവസഭയാണ്, സത്രം സൂക്ഷിപ്പുകാരൻ പരിശുദ്ധാത്മാവാണ്. എന്നിട്ട് 2 വെള്ളിക്കാശ് കൊടുത്തു. അപ്പം 2 വെള്ളിക്കാശ്, ഒന്ന് പുതിയ നിയമവും മറ്റേത് പഴയ നിയമമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇതിലധികം എന്തെങ്കിലും ചിലവായ ഞാൻ വരുമ്പോൾ തരാമെന്ന്. അപ്പോൾ ഇനി വരുമ്പം പുതിയ നിയമവും പഴയ നിയമവും അല്ല. അപ്പം ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് പോകുമ്പം സത്യത്തിൽ കർത്താവ് ആ ഉപമ പറഞ്ഞ് ഇതിനൊന്നുമല്ല. ആ ഉപമ പറഞ്ഞത് കർത്താവ് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കാനായിട്ടാണ് കർത്താവ് ഉപമ പറഞ്ഞത്. പലപ്പോഴും ഇത് വ്യാഖ്യാനിച്ച് വരുമ്പോൾ അതൊഴിച്ച് ബാക്കി പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ബൈബിൾ വ്യാഖ്യാനിക്കുന്ന കുറേ രീതികൾ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലിറ്റററി ഫോംസ്, ഇതിൻ്റെ സാഹിത്യരൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് വ്യാഖ്യാനിക്കാം. അപ്പം ഇതിനകത്ത് എല്ലാ സാഹിത്യരൂപങ്ങളും ഒരുപോലെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല. ഓരോന്നും വ്യത്യസ്ത രീതിയിലായിരിക്കണം വ്യാഖ്യാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഒന്ന്, ബൈബിള് പുരാതനമായിട്ടുള്ളൊരു പുസ്തകമാണ്. 2, അതിനകത്ത് പല രീതിയിലുള്ള സാഹിത്യ രൂപങ്ങൾ
ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമതുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ തിയോളജിക്കൽ ബുക്ക്. ഇത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ബുക്കാണ്. സീ, ബൈബിൾ ഒരിക്കലും ഒരു ഹിസ്റ്ററി ബുക്കല്ല, ചരിത്ര പുസ്തകമല്ല. ബൈബിളിനകത്ത് ചരിത്രമുണ്ട്, പക്ഷെ ചരിത്രം പഠിക്കാൻ ബൈബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. കാരണം ബൈബിൾ ഒരിക്കലും ഒരു ചരിത്ര പുസ്തകം അല്ല. ബൈബിൾ ഒരിക്കലും ഒരു സയൻസ് ടെക്സ്റ്റ് അല്ല. ബൈബിളിനകത്ത് സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ സയൻസ് പഠിക്കാനായിട്ട് ബൈബിൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ബൈബിൾ ഒരു സയൻസ് ടെക്സ്റ്റ് അല്ല. ഓക്കെ, ബൈബിൾ ഒരിക്കലും ഒരു ലിറ്ററേച്ചർ ബുക്കല്ല, ഒരു സാഹിത്യ ഗ്രന്ഥമല്ല. സാഹിത്യം പഠിക്കാനായിട്ട് ബൈബിൾ പഠിക്കേണ്ട ആവശ്യമില്ല. ചരിത്രം പഠിക്കാനായിട്ട് മക്കളെ നമ്മുടെയൊക്കെ കയ്യിൽ ഇഷ്ടംപോലെ ഹിസ്റ്ററി ബുക്സ് ഉണ്ടല്ലോ. സയൻസ് പഠിക്കാനായിട്ട് സയൻസ് ബുക്കുകളുണ്ടല്ലോ, അതൊക്കെ നോക്കി പഠിച്ചാൽ മതി. ബൈബിൾ ഉപയോഗിച്ച് ഇതൊന്നും പഠിക്കാനായിട്ട് എന്ത് ചെയ്യരുത്, ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ബൈബിളിൻ്റെ ലക്ഷ്യം ഇതല്ല. ബൈബിളിൻ്റെ ലക്ഷ്യം നിങ്ങളെ ചരിത്രം പഠിപ്പിക്കുക എന്നുള്ളതോ നമ്മളെ സയൻസ് പഠിപ്പിക്കുക എന്നുള്ളതോ അല്ല. പിന്നെന്താണ് ബൈബിളിൻ്റെ ലക്ഷ്യം? ബൈബിളിൻ്റെ ലക്ഷ്യം ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയും നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതാണ് ബൈബിളിൻ്റെ ലക്ഷ്യം. അപ്പം ബൈബിളിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് മാൻ ആണ്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പാണ് ബൈബിളിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയാനായിട്ട് ചിലപ്പോൾ കുറച്ച് ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, കുറച്ച് സയൻറ്റിഫിക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്ന് വച്ചിട്ട് ബൈബിളിനകത്ത് ഹിസ്റ്ററി തിരഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇപ്പം അതിനകത്ത് ഏറ്റവും വലിയൊരു പാളിച്ചയാണ് ബൈബിളിലെ ജീനിയോളജി വെച്ചിട്ട്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ ഉള്ള ആ ജീനിയോളജി, അതായത് വംശാവലി വെച്ചിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ലോകം ഉണ്ടായിട്ട് 6000 വർഷമായി എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ബൈബിൾ അങ്ങനെ പറയാനായിട്ടൊരു ഹിസ്റ്ററി ബുക്കല്ല, ഒരു ഹിസ്റ്ററി ബുക്കല്ല. കാരണം ആ വംശാവലി എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ഹിസ്റ്ററി അല്ല. അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒത്തിരി മിസ്സിങ് പേരുകൾ അതിനകത്തുണ്ട്. അപ്പം അതൊരു കറക്റ്റ് ഹിസ്റ്ററി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എന്നാൽ അതിനകത്ത് ഹിസ്റ്ററി ഉണ്ട്, പക്ഷെ അതൊരു ഹിസ്റ്ററി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ രീതിയിൽ ബൈബിളിനെ ഒരു ചരിത്ര പുസ്തകമായിട്ട്, ഹിസ്റ്ററി ബുക്കായിട്ട് എടുത്തു വെച്ചിട്ട് ചരിത്രം പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിലേക്ക് പോകും. അതുപോലെ ചില ആളുകൾ ബൈബിളിനകത്ത് മൊത്തം സയൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സയൻസ് കണ്ടുപിടിക്കുന്ന എല്ലാ കാര്യങ്ങളും ബൈബിളിലുണ്ടെന്ന് അതിൻ്റെ ആവശ്യമില്ല. ബൈബിൾ അങ്ങനെയല്ല. ബൈബിൾ സയൻസ് പഠിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുസ്തകമല്ല അത്. ബൈബിള് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാനുമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബുക്കാണ് എന്ത്, ബൈബിള്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ബൈബിള് പഴയൊരു ബുക്കാണ്. അപ്പോൾ അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. 2, ഇതിനകത്ത് പല രീതിയിലുള്ള സാഹിത്യ രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം ഒരുപോലെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല. 3, ഇതൊരു ചരിത്ര പുസ്തകമോ ഒരു ശാസ്ത്ര പുസ്തകമോ അല്ല, ഇതൊരു ദൈവശാസ്ത്ര പുസ്തകമാണ്. ദൈവത്തെക്കുറിച്ചും ദൈവവും മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അതായിരിക്കണം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ കാര്യങ്ങൾ മറക്കാനായിട്ട് പാടില്ല. അപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? ഹിസ്റ്ററി നോക്കണം, ഏത് കാലഘട്ടമാണെന്ന് നോക്കണം, ഏത് സാഹിത്യരൂപമാണെന്ന് നോക്കണം. അതിനകത്ത് എല്ലാത്തിനകത്തും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി ചെയ്യുന്നത്. ഇത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബൈബിൾ വ്യാഖ്യാനം എപ്പോഴും
തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി അല്പം സമയമെടുത്ത് അല്പം ക്ഷമയോടുകൂടെ ആവശ്യബോധത്തോടുകൂടെ ബൈബിള് പഠിക്കാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം നമ്മൾ കർത്താവിനെ വെച്ചതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള എങ്ങനെയാണ് ആ മെത്തേഡ് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, നമ്മൾ ബൈബിളിലൂടെ ദൈവത്തെ അറിയാനും ദൈവിക സത്യങ്ങൾ അറിയാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. നമുക്കിന്ന് സാർ ക്ലാസ് എടുത്തു തന്നല്ലോ. എങ്ങനെയാണ് ബൈബിൾ പഠിക്കേണ്ടത്, എന്താണ് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി, അതിൻ്റെ 3 തലങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ബിജു ബ്രദർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഒരു പ്രയർ പോയിന്റ് ഉണ്ട്. നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന സ്വരൂപ എന്ന് പറഞ്ഞ ആയുർവേദ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഭാരപ്പെടുന്നുണ്ട്. ആ വിഷയത്തിനും കൂടെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. സ്വരൂപ എന്നാണ് പേര്. ആ കുട്ടിയുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബിജു ബ്രദർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമോ? ബിജു പാസ്റ്റർ സ്ഥലത്തുണ്ടോ? ഓക്കെ, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവവചനത്തിന് മുമ്പിലായിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. കർത്താവേ, അവിടുത്തെ വചനം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞങ്ങൾ പഠിച്ച ആ കാര്യങ്ങൾ അതൊക്കെ അതിനനുസരിച്ച് കാര്യങ്ങൾ ദൈവവചനം പഠിക്കുവാനായിട്ടും കർത്താവെ അതിനനുസരിച്ച് ഞങ്ങൾ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ആഴങ്ങൾ മനസ്സിലാക്കാനായിട്ടും അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ആ സ്വരൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൾ ശരീരത്തിൽ സൗഖ്യമില്ലാതെ ഭവനത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. കർത്താവുകൾക്ക് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ആശ്വാസവും കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ ഞങ്ങളോടൊന്നിച്ച് കടന്നു വരാനായിട്ട് പ്രിയപ്പെട്ടവളെ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ക്ലാസ്സുകൾ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. എക്സിബയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കെസിയയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബെൻസിമോൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇടയ്ക്ക് ലെഫ്റ്റായിട്ട് പോയ പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കണം. അവിടുത്തെ കൃപയിൽ നിറയ്ക്കണം. നിങ്ങളിപ്പോൾ പിരിയുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊന്നിച്ചുണ്ടായിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.